ഹായ് മക്കളെ, +1 അക്കൗണ്ടൻസിയിൽ ഡിപ്രീസിയേഷൻ പ്രൊവിഷൻ ആൻഡ് റിസർവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ വേർഡ് ചോദ്യം കൊണ്ട് പഠിച്ചാലോ? അങ്ങോട്ട് പിടിക്കുക. ഒന്നാമത്തെ ചോദ്യം, ഡാഷ് റിസർവ് ഈസ് ദ റിട്ടൻഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. അതായത് ഒരു റിസർവ് ആണ്, അത് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കുന്നതാണ്. നോട്ട് മെന്റ് ഫോർ സ്പെസിഫിക് പർപ്പസ്, സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ അത്തരം റിസർവിനെ വിളിക്കുന്ന പേരാണ് ജനറൽ റിസർവ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Dash is the term used to show the decrease in the value of natural resources like mines, quarries. അതായത് നാച്ചുറൽ റിസോഴ്സ് ആയ മൈൻസ്, ക്വാറീസ് ഇതിന്റെയൊക്കെ വാല്യൂ റിഡക്ഷൻ വരികയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരെന്താ? ഡിപ്ലീഷൻ എന്ന് വിളിക്കും. സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, the amount of depreciation charged under diminishing balance method. അതായത് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് പ്രകാരം നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും? ഡിക്രീസസ് എവറി ഇയർ, എല്ലാ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം, ഡിപ്രീസിയേഷൻ ഈസ് ചാർജ് ഓൺ. ഡിപ്രീസിയേഷൻ എന്തിന്റെ മുകളിലാണ് ചാർജ് ചെയ്യുക? എന്തിന് മുകളിലാണ് ചാർജ് ചെയ്യുക? ചാർജ് ഓൺ ഫിക്സ്ഡ് അസറ്റ്. ഫിക്സ്ഡ് അസറ്റിന്റെ മുകളിലായിരിക്കും നമ്മൾ എന്ത് ചാർജ് ചെയ്യുക? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. ഓക്കെ അല്ലേ? എങ്കിൽ അടുത്ത ചോദ്യം, which term refers to writing of the cost of intangible assets like patent, copyright, trademark, etc. അതായത് ഇൻടാഞ്ചിബിൾ അസറ്റ് ആയ പേറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ഗുഡ് വില്ല്. ഓക്കെ, സോ ഇത്തരം ഇൻടാഞ്ചിബിൾ അസറ്റിന് വാല്യൂ റൈറ്റ് ഓഫ് ചെയ്യും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇങ്ങനെ വാല്യൂ റൈറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഇറ്റ് ഈസ് നോൺ ആസ് അമോർട്ടൈസേഷൻ. ഓക്കെ അല്ലേ? ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് റിസർവ് ഇസ് നോട്ട് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ കാണിക്കാത്ത റിസർവ് ഏതാണ് റിസർവ്? ദാറ്റ് ഈസ് നോൺ ആസ് സീക്രട്ട് റിസർവ്. ഓക്കെ അല്ലേ? സോ മക്കളെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിപ്രീസിയേഷൻ പ്രൊവിഷൻ ആൻഡ് റിസർവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വൺ വേർഡ് ചോദ്യങ്ങൾ. സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.